രാജശേഖർ സാറേ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന തട്ടിക്കൂട്ട് മുന്നണിക്കകത്തുള്ള മറ്റൊരു തട്ടിക്കൂട്ട് മുന്നണിയായ മഹാവികാസ് അഘാഡിയുടെ സീറ്റ് വിഭജനം പൂർത്തീകരിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് അങ്ങോട്ടും അടിച്ച് ഇങ്ങോട്ടും അടിച്ച് എനിക്ക് ഈ സീറ്റ് വേണം, എനിക്ക് ആ സീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടും അവസാനം കോൺഗ്രസിന് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ടി വന്നു. അവസാനം പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കോൺഗ്രസിന് നേട്ടമില്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിലാദ്യമായി മഹാരാഷ്ട്രയിൽ ഏറ്റവും കുറച്ച് സീറ്റിൽ മത്സരിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. എന്ത് തോന്നുന്നു കോൺഗ്രസിന്റെ അവസ്ഥ കണ്ടിട്ട്? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഭാരതവും ഇന്ത്യയും നമ്മൾ അഭിമാനം ഉയർത്തുന്ന പേരുകളാണ്. അതെ അതെ. അതുകൊണ്ട് ദയവായിട്ട് ഇന്ത്യ മുന്നണി എന്നുള്ള പേര് പറയാം. ക്ഷമിക്കണം സാർ, ഞാൻ തിരുത്തും. INDIA മുന്നണി അങ്ങനെ പറയാം. ഓക്കെ. നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പൊ I ഫുൾ സ്റ്റോപ്പ് N ഫുൾ സ്റ്റോപ്പ് D ഒത്തിരി നേരം എടുക്കും. ശരി ശരി. അതിന് പോലെ ആദ്യത്തെ വാക്കുകൾ INDIA മുന്നണി. IA മറക്കുകയും വേണ്ട. IND മുന്നണി എന്നല്ല, INDIA മുന്നണി എന്ന് പറയുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെയാണോ? അതിനകത്ത് കോൺഗ്രസ് ഒരു ഘടകകക്ഷിക്കപ്പുറം ഒന്നുമല്ല ഇപ്പം. അതെ അതെ. പ്രബലമായ ഘടകകക്ഷി എന്ന് പോലും പറയാൻ പറ്റില്ല. 17 സീറ്റിനാണ് മത്സരിക്കുന്നത് മഹാരാഷ്ട്ര. അല്ല, ബംഗാളിൽ പറഞ്ഞത് എന്താ, 2 സീറ്റ് തരാം, വേണം എടുത്തോ ഇല്ല പോയി പണി നോക്കാം. തമിഴ്നാട്ടിലും അങ്ങനെയാണ്. തമിഴ്നാട്ടിലാണ് കുറച്ചുകൂടെ മാന്യമായിട്ട് ഡീൽ ചെയ്ത്. അവസാന സ്റ്റാൻഡ് ഡീൽ ചെയ്തു കേജ്രിവാള്. അയാളും പറഞ്ഞ പഞ്ചാബിലൊന്നും തരികയില്ല, ഡൽഹി 2-3 സീറ്റ് എടുത്തു. അതുപോലെ ലാലു പ്രസാദ് യാദവ് സാധാരണ അഴിമതി വീരനായ അഴിമതി മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം ഇവരെ കുറിച്ച് കൊടുത്തതാണ്. അവര് പോലും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. 48 സീറ്റിന് പകുതി പോലും ഇല്ല. ഇവിടെ അലഹബാദില് ഉത്തർപ്രദേശില് നമ്മുടെ അഖിലേഷ് യാദവ്, അദ്ദേഹം കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഇവര് നമ്മുടെ സോണിയ അവിടെ നിന്ന് ഓടിപ്പോയതും രാഹുൽ അവിടെ നിൽക്കണം തീരുമാനിച്ചതും. റോബർട്ട് വദ്ര വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ കോൺഗ്രസിന് മുന്നണിക്കകത്തെ പൊസിഷൻ വളരെ ബലഹീനമായി. ആ അന്തരീക്ഷം തന്നെയാണ് ഈ ബംഗാളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ബംഗാളിലെ അവരുടെ ഗതികേടെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഏതർത്ഥത്തിലാണ് ഈ കോൺഗ്രസിന് ശിവസേനയോടൊപ്പം നിൽക്കാൻ പറ്റുന്നത്? സത്യമാണ്. ഭാരതീയ ജനതാ പാർട്ടിയിൽ വർഗീയത കാണുന്ന കോൺഗ്രസിന്, ശരിയാണ്, മുസ്ലിം ലീഗിലും വർഗീയത കാണാത്തവരാണ്. അവർക്ക് അവിടെ ശിവസേന ചേർക്കുന്നതിന് മടിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ ശിവസേന അല്ലെന്നായിരിക്കും ഒരു അഭിപ്രായം. അല്ല, നിങ്ങൾ വേറെ കാര്യം, യഥാർത്ഥമാണോ അല്ലെന്നുള്ള വിട്. ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഖാലിസ്ഥാനികളാണ്. ആ ഖാലിസ്ഥാനികളോട് പോലും കോൺഗ്രസിന് ഇപ്പം നല്ല ബന്ധമാണ്. അരവിന്ദ് കേജ്രിവാൾ എന്ന ഖാലിസ്ഥാനികളുടെ ബന്ധുവാണ്. ഇവിടെ പഞ്ചാബിലും മറ്റൊക്കെ അവരുടെ ബന്ധത്തിലാണ് ഇവർ മത്സരിക്കുകയും വിജയിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. ജയിക്കുമെന്നുള്ള വേറെ കാര്യം. അതുപോലെ ഒരു കാര്യം ഓർക്കണം, അതാണ് ഏറ്റവും വലിയൊരു ഗതികേടെന്ന് പറയാൻ പറ്റില്ല, അതിനപ്പുറം പറയണം. രാജീവ് ഗാന്ധിയെ കൊന്ന LTTക്കാരോട് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം കാണിച്ചിട്ടുള്ള 2 പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് DMKയും പിന്നെ വൈക്കോയുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും. DMK കരുണാനിധിയുടെ കാലത്ത് DMKയുടെ സാന്നിധ്യം കാരണം ഒരു സർക്കാരിനെ താഴെ ഇറക്കിയതാണ് അന്ന്, ഓർക്കണം. അങ്ങനെ കൃത്യമായി രാജീവ് ഗാന്ധിയെ കൊന്നതിന് കൂട്ടുനിന്നവരുടെ കൂട്ടുനിൽക്കുക ഇപ്പം 2 സീറ്റിന് വേണ്ടി. ഇന്ദിരാഗാന്ധിയെ കൊന്നവരുടെ അവരോട് സഖ്യം ചേർന്നവരുടെ കൂട്ടുനിൽക്കുക പഞ്ചാബില്. ഗതികെട്ട പുല്ലും തിന്നുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ മഹാരാഷ്ട്രയിലാണെങ്കിലും ഏറ്റവും ഇത് തന്നെ മഹാരാഷ്ട്രയിലും ചെയ്തു. 3 സീറ്റ്, ആ 3 സീറ്റും അവസാന പട്ടികയിൽ കോൺഗ്രസ്. സീറ്റ് വേണമൊക്കെ ശരത്തെ പിന്നത്തെ കാര്യമാണ്. ഒരു കാര്യം ചെയ്യുന്ന ഒന്നിച്ച് പോകുന്നതിനകത്തൊരു ആശയപരമായ ആദർശപരമായ ഒരു യോജിപ്പ് വേണ്ടേ? തീർച്ചയായും. രാജീവ് ഗാന്ധിയെ കൊന്നവരോട് കൂട്ടു നിൽക്കുന്നവരുടെ കൂടെ നിൽക്കുക, ഇന്ദിരയെ കൊന്നവരുടെ ഖാലിസ്ഥാനികളോട് കൂട്ടുകൂടുന്നവരോട് കൂട്ടുകൂടുക, അവർക്ക് വേണ്ടപ്പെട്ട ഒരു കാനഡയിൽ ഇരുന്നൊക്കെ ഇന്ത്യയെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്ക് ആഹാഹാ സന്തോഷമാക്കുക. എന്താ ഇവരുടെ രാഷ്ട്രീയം? രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ഏത് തലത്തിലും പോകുന്നവർക്ക് അങ്ങനെ പോയതിന് ശരിക്കും പറയുമെങ്കിൽ കാലം കൊടുത്ത തിരിച്ചടിയാണ് മഹാരാഷ്ട്ര സംഭവിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര മാത്രം ഇന്ത്യ മൊത്തം അത് തന്നെയാണ് സംഭവിക്കുന്നത്. മഹാരാഷ്ട്ര കാര്യത്തിൽ പറഞ്ഞാൽ
മുറിഞ്ഞ് രണ്ടായി കഴിഞ്ഞ ശിവസേന, അതിൽ 3-2 പിന്നെ അപ്പുറത്ത് ഷിൻഡയുടെ കൂടെയാണ്. സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ഷിൻഡയുടെ അല്ല, ആ ഷിൻഡയുടെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇപ്പുറത്ത്. സോറി, ആ ശിവസേനയുടെ അവർക്ക് 21 സീറ്റ്. അവരാണ് ഏറ്റവും വലിയ പാർട്ടി. ശരത് പവാർ സ്വന്തം പിന്തുണ പോയത് മനസ്സിലാക്കി 10 സീറ്റിലൊന്നും തർക്കിക്കാനൊന്നും പോയില്ല, മതി, കിട്ടിയതുകൊണ്ട് ധാരാളം. ഇനി 17 സീറ്റ് ആണ് കോൺഗ്രസിനുള്ളത്. ആ 17 സീറ്റിനും നോക്കിക്കോ, ഇനി വേറെ അവകാശികളും വരും. 25 സീറ്റായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ. അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് 17 സീറ്റിനും ഇനിയും വേറെ അവകാശികളും വരും. ഇനിയും കുറയും. ഒരു 10-12 കിട്ടുമായിരിക്കും സാർ. അവസാനം NCP താഴെ അല്ല, ഇവർക്ക് ശരിക്കും പറയാൻ നേട്ടമാ. എന്താന്നറിയോ? ശരിയാണ്. കാരണം അത്രയും കുറച്ച് കാശിയിലൊക്കെ മതി. ശരിയാണ്. ഇത് തോക്കാനാണെന്ന് ഉറപ്പാണ്. അവിടെ വെറുതെ പോയിട്ട് മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല. മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുകയും ചെയ്യാം. അതുകൊണ്ട് രാഷ്ട്രീയമായി പരാജയം, സാമ്പത്തികമായി നേട്ടം, ഇതാണ് മഹാരാഷ്ട്ര ഇപ്പോഴത്തെ കാര്യം. കോൺഗ്രസിന് ലാഭമാണ്. എത്ര സീറ്റ് കുറച്ചിരിക്കുന്നു? അത്ര. ഒന്ന് കോൺഗ്രസിനകത്ത് എന്തെങ്കിലും ആൾബലമുള്ള പിന്തുണയുള്ള ആൾക്കാരെല്ലാം കോൺഗ്രസിൽ നിന്ന് പോയി. ഒന്നുകിൽ BJP ചേർന്നു, അല്ലെങ്കിൽ ശിവസേന പോയി, NCP പോയി. അവർക്ക് ഇഷ്ടം പോലെ വഴികളുണ്ട്. നമ്മളിത് അറിയേണ്ട ഒരു കാര്യം, പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കുഴിച്ച കുഴി കോൺഗ്രസ് തന്നെ വീഴുക ചെയ്തിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ YV ചവാൻ്റെയൊക്കെ കാര്യത്തിൽ, അതിനു മുമ്പ് ഈവൻ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ മൊറാർജിയുടെ കാലത്ത് പോലും ഭാരതത്തിലെ കോൺഗ്രസിനകത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു മഹാരാഷ്ട്ര ഘടകം. അതിനെ ഛിന്ന ഭിന്നമാക്കി കഴിവും രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരെ ഒതുക്കി തൻ്റെ കയ്യിൽ നിൽക്കുന്നവരെ മാത്രം പ്രാധാന്യം കൊടുത്ത് രാഷ്ട്രീയം കളിച്ച ഇന്ദിര തുടങ്ങി വെച്ച ആ പഴയകാല പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിൻ്റെ ഫലമായി ഇന്നും അനുഭവിക്കുന്നത്. പക്ഷേ ഇന്ദിരയെ പോലെ നേതാവ് ഇപ്പോൾ ഇല്ലെന്നാലും അത് കൊണ്ടുപോകാൻ അതേ രാഷ്ട്രീയം അതെന്ത് രാഷ്ട്രീയമാണ്? ഇന്ദിര നശിപ്പിച്ചു. നശിപ്പിക്കുന്നതിന് കഴിവുള്ള ആൾ ഇന്നില്ല. നീ നശിപ്പിക്കാൻ കഴിവുണ്ട്. ആ നാശം കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. നശിപ്പിക്കാൻ കഴിവുള്ള നേതാവ് ഇന്ദിരാഗാന്ധി. പാർട്ടിയെയും രാജ്യത്തെയും ഏകാധിപത്യവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാമ്പത്തിക സൗകര്യവും സോവിയറ്റ് സഹായവും കൊണ്ട് അധികാരം പിടിച്ചു നിർത്തി. അവസാനം അടിയന്തരാവസ്ഥ വേണ്ടി വന്നു. പിന്നെ തിരിച്ചു വന്നില്ലെന്ന് ചോദിക്കും. അതിൻ്റെയൊക്കെ കാരണങ്ങൾ വേറെ. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ദിരാഗാന്ധി തുടങ്ങി വെച്ച ആ നകാരാത്മക രാഷ്ട്രീയം, രാഷ്ട്രവിരുദ്ധമായ രാഷ്ട്രീയം, ധാർമ്മികതയില്ലാത്ത രാഷ്ട്രീയം, അത് ചെല്ലാവുന്നത്ര ചെന്നതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് ഭാരതം മൊത്തത്തിലും മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ചും അനുഭവിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. മഹാരാഷ്ട്രയാണ് ഭാരതത്തിൻ്റെ വികസന യാത്രയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതിനുള്ള കെൽപ്പും സാധ്യതയുള്ള സംസ്ഥാനം. അവിടെ ഉള്ള സംരംഭകരും അവിടെയുള്ള ജനങ്ങളും ബാക്കിയെല്ലാം മാറ്റിവെച്ച് വികസനത്തിൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ 5 ട്രില്യൺ എക്കോണമിയും അതിനുശേഷം 10 ട്രില്യൺ എക്കോണമി, ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ 3-ാം സ്ഥാനം, 2047 ആകുമ്പം അമൃതകാലത്തൂടെ കടന്നു ചെന്ന് ഭാരതം ലോകത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു സാമ്പത്തിക ശക്തിയാകുന്ന ഘട്ടം, ഇതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കണമെന്ന് മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്കറിയാം. അവർ കൊടുക്കാൻ പോകുന്ന സന്ദേശം അതായിരിക്കും. ഞാൻ സാർ അത് ചോദിച്ചോണ്ട് ഞാൻ പറയാണ്, ഈ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇപ്പോൾ മഹാവികാസ് അഘാഡിയിലുള്ള ഒരു ശിവസേനയുടെ ഒരു വിഭാഗം, അതായത് വളരെ ചുരുങ്ങിയ ഉദ്ധവ് താക്കറയുടെ ഒപ്പം നിൽക്കുന്ന വിഭാഗം, അതുപോലെ NCP, ഇവരൊക്കെ തന്നെ ഈ INDIA മുന്നണിയുടെ കൂടെയോ അല്ലെങ്കിൽ മഹാവികാസ് അഘാഡിയുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ്? അല്ല, കൂടെ ഉണ്ടായിട്ടും കാര്യം എന്താ? ശരിയാണ്, നേട്ടമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഏറി കഴിഞ്ഞാൽ 140 സീറ്റ്, 540 മൈനസ്, വലിയ വിശാല മനസ്കതയാണ്. അല്ല, 540 ന്യൂനം 140 എത്രയായി? എത്ര? 540 മൈനസ് 400 എത്രയായി? 400 സീറ്റ് NDAക്കുള്ളതാണ്. 140. ഈ 140-നകത്ത് എത്ര സീറ്റ് ഉണ്ടാവും മഹാരാഷ്ട്ര എന്നുള്ളത്? എങ്ങനെ കൂട്ടിയാലും
പരമാവധി ഇട്ട് കൂട്ടിയാലും വിശാല മനസ്കത പറഞ്ഞ് കൂട്ടിയാലും 10 സീറ്റ് കൂടുതൽ കിട്ടത്തില്ല. ഈ പ്രകാശ് അംബേദ്കറിന്റെ കാര്യം കൂടി ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഒന്നാമത് 1-2 സീറ്റ് കിട്ടിയാൽ അല്ല, ഞാൻ അതാ പറഞ്ഞത്, ഈ 17 സീറ്റിനകത്ത് ഒന്ന് അംബേദ്കർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. അതെ, അംബേദ്കർ അംബേദ്കറും ശിവസേനയായിട്ടാണ് പ്രശ്നം. അതെ, ശിവസേനയായിട്ടാണ് യോജിക്കാത്തത്. പവറിന് 10 സീറ്റ് എളുപ്പമാവും. അത് തൃപ്തിയാണ്, മതി. അത് തൃപ്തിയല്ല, അതിൽ നിന്ന് കൊടുക്കാനില്ല. അപ്പൊ അംബേദ്കറുടെ പ്രകാശം തന്നെ പറയണം. കാരണം മറ്റേ മഹാനായ അംബേദ്കറുടെ പേര് പോലും അവിടെ പറയണം. അയാളുടെ പാർട്ടിക്ക് കൊടുക്കണമെങ്കിൽ കോൺഗ്രസ് കൊടുത്താലേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോ ഇനി ഇന്ന് പിന്നെ കുറയെന്ന് പറഞ്ഞു. രാജ്യസഭാ സീറ്റൊക്കെ ഓഫർ ചെയ്തിട്ടും പുള്ളി പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അതങ്ങനെ രാജ്യസഭ അദ്ദേഹം മണ്ടനല്ല. അംബേദ്കറുടെ ആ ജീനുണ്ട്, മണ്ടനല്ല. കാരണം ഇത് കഴിഞ്ഞാൽ രാജ്യസഭ നടക്കുകയെന്നറിയാം. 20 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യസഭയിൽ കൊടുക്കാൻ ഇവർക്ക് ഹെൽപ്പ് ഉണ്ടാവില്ലെന്നറിയാം. അതോടുകൂടി ഇവർ തല്ലിപ്പിരിയും. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇപ്പം ശാരീരികമായ അവസ്ഥയുണ്ട്, വൈകാരികമൊക്കെ ഉണ്ടെങ്കിലും മകളെ കൊണ്ടുവരാൻ വേണ്ടി, സുപ്രിയയെ കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുക ശരത് പവാർ. പക്ഷെ ആ ശരത് പവാറിൻ്റെയൊക്കെ കാര്യം ആ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്ന് പറയുന്ന പോലെയാണ്. ബോംബെയിലെ അധോലോകത്തിൻ്റെ ദാവൂദ് ഇബ്രാഹിം ഇപ്പോഴുള്ള അധോലോകത്തിൻ്റെ വിദേശ ശക്തികളുടെ എല്ലാം കയ്യിലെ തുറുപ്പ് ചീട്ടാണ് ഈ ശരത് പവാർ. ഓർക്കണം, 1993 അന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങളെ ആക്രമിച്ചത് 10 എൻ്റെ ഓർമ്മ. ആക്രമണം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മുസ്ലിം പള്ളിയും കൂടെ ആക്രമിച്ചെന്നും പറഞ്ഞിട്ട് ഒരു കള്ളപ്രചരണം നടത്തിയിട്ട് ആ അക്രമകാരികൾക്ക് ശക്തി കൂട്ടുന്ന രീതിയിൽ ഇടപെട്ടയാളാണ് ശരത് പവാർ. അവിടുത്തെ അധോലോക ബന്ധവും കാര്യമില്ലാതായിട്ട് അത് അവിടെ പിടിച്ചടക്കി ഭരിച്ചയാളാണ്. ഒരു കാര്യം സാന്ദർഭികമായിട്ട് പറയുകയാണ്, ഈ വെസ്റ്റ് ബംഗാളിലെ കഴിഞ്ഞ സംസ്ഥാന ഇലക്ഷന് ആദ്യത്തെ ഒരു ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം മമതയുടെ കാര്യം വളരെ പുറകിലായിരുന്നു. അന്ന് പത്രങ്ങളും എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് മമത BJP വരാൻ പോകുന്നു, മമത പരാജയപ്പെടുന്നു. മമത അന്ന് ബന്ധപ്പെട്ട ആരെയെന്നറിയാമോ? ശരത് പവാറിനെ. ശരത് പവാറാണ് പിന്നെ മറ്റുള്ളവരെ ബന്ധപ്പെട്ട വൈദേശിക ശക്തികൾ ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. മമതയുടെ പിന്നിൽ അണിനിരക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനും മറ്റ് ഇസ്ലാമിക ശക്തികൾക്കും കോൺഗ്രസ്സുകാർക്കും വരെ നിർദ്ദേശം കൊടുത്തത്. അങ്ങനെയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് രണ്ടും അടുത്ത ഘട്ടങ്ങളിൽ അന്ന് ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മമത അന്ന് ശരത് പവാറിനെ സന്ദർശിച്ചത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ BJP കിട്ടിയ സീറ്റുകളുടെ എണ്ണം പിന്നെ കിട്ടിയുള്ള കമ്പയർ ചെയ്താൽ മതി. ശരത് പവാർ അന്ന് പോലും പവർഫുള്ളായിരുന്നു. ആ ശരത് പവാറിനെ ഇപ്പം അപ്രസക്തരാക്കി കഴിഞ്ഞതോടെ മഹാരാഷ്ട്രയിൽ നിന്ന് ജയിക്കാനൊന്നുമില്ല. പിന്നെ മാന്യമായ സീറ്റ് കൊടുത്ത് മത്സരിക്കുന്ന ഒരു അവസരമാണ് ആഗ്രഹിച്ചത്. അതുപോലും നേടിയെടുക്കുന്നതിന് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അവര് പറഞ്ഞു വിട്ട രമേശ് ചെന്നിത്തലയ്ക്കും അവിടെ പറഞ്ഞു വിട്ടത്. ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്ന് പറയുമ്പം അത് കോൺഗ്രസിൻ്റെ അധോഗതിയുടെ അധപ്പതനത്തിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. എനിക്ക് പറയാനുള്ളത്, ബോംബെയിലെ അനുഭവം നെപ്പോളിയൻ കൊണ്ട് സംഭവിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ഭാരത രാഷ്ട്രീയത്തിലെ ഭാരത രാഷ്ട്രീയത്തിലെ വാട്ടർലൂ ആണെന്നാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എന്താ സംഭവിക്കാൻ മുതൽ ഇൻഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. ആ കൃത്യമായ സാഹചര്യം വന്നിരിക്കുന്നത് ഇപ്പം. അതുകൊണ്ട് ഇതിൽ പരം കോൺഗ്രസ്സിന് മറ്റൊന്നും അവിടെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കിട്ടിയതൊക്കെ തന്നെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി.